വേളയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. എൻ്റെ അമ്മ നല്ല അമ്മ, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കായി കരുതിയിരിക്കുന്നതൊക്കെ പങ്കുവെച്ച് നൽകുന്നവളാണ്. അമ്മയെക്കുറിച്ച് പറയാറുണ്ടല്ലോ, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ കാരുണ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് എന്ന്. ദൈവത്തിന് ജനത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയതിന് അമ്മയെയാണ് ഉപയോഗിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്നതിന് മാർഗമായി ഉപയോഗിച്ചതും അമ്മയെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ദൈവം എനിക്കായി കരുതിയതൊക്കെ എനിക്ക് വേണ്ടി പകർന്നു നൽകുന്ന, പങ്കുവെച്ചു നൽകുന്ന അമ്മയാണ്. പരിശുദ്ധ മറിയം, ദൈവമാതാവ്, നമ്മുടെ അമ്മ. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പദ്ധതിയും ഞാനും നീയും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇന്നും പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി ജീവിതത്തിലെ ദൈവികതയുടെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മയോടുള്ള എൻ്റെ ഭക്തിയാണ്, എൻ്റെ അമ്മയോടുള്ള എൻ്റെ ബന്ധമാണ്. എൻ്റെ അമ്മയുടെ മുഖവും എൻ്റെ മാതാവിൻ്റെ മുഖവും എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ ഒന്നുപോലെ പതിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ ദൈവാനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ നിറഞ്ഞ സമയങ്ങളിൽ ആ അമ്മയ്ക്കൊരു മുഖമുണ്ട്. എൻ്റെ മനസ്സിൽ ആ അമ്മയ്ക്കൊരു മുഖമുണ്ട്. സംഘർഷങ്ങളുടെയും ദുരിതങ്ങളുടെയും തിന്മയുടെയും വേദനയുടെയും എൻ്റെ നിമിഷങ്ങളിൽ ആ അമ്മ കാൽവരിയിലുണ്ട്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ടോ? ആ അമ്മ എലിഷ്ബയുടെ അടുത്തുണ്ട്. നിന്ദനത്തിൻ്റെയും നിഷേധത്തിൻ്റെയും നിമിഷങ്ങളുണ്ടോ? ആ അമ്മ തൻ്റെ മകൻ ചാട്ടവാറടിയേക്കുന്ന സമയത്തും കൂടെയുണ്ട്. വീണ്ടും ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവിടെയുണ്ട് ആ അമ്മ സെഹിയോൻ ശാലയിൽ. പ്രാർത്ഥനാ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ക്രിസ്തുവിൻ്റെ, ഈശോയുടെ ശിഷ്യന്മാരെ പ്രാർത്ഥനയിൽ ഒരുമിപ്പിച്ച അമ്മ. ഇനി മറ്റൊന്നുകൂടി ഞാൻ അനുഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവോ? അവിടെയുണ്ട് യേശുവിൻ്റെ അമ്മ, എൻ്റെ അമ്മ, നമ്മുടെ അമ്മ. ശ്ലീഹന്മാരെ പ്രാർത്ഥനയുടെ അരൂപിയിൽ ഒരുമിപ്പിച്ചു കൂട്ടിയപ്പോൾ ആ കൂട്ടായ്മയിലേക്കാണ് പെന്തക്കുസ്തായുടെ നാളങ്ങൾ അഗ്നിജ്വാലകളായി പെയ്തിറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ നല്ല അമ്മയാണ്. എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ആത്മാവിനെ പങ്കുവയ്ക്കുന്ന അമ്മയാണ്. എൻ്റെ അമ്മ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന അമ്മയാണ്. എൻ്റെ അമ്മ സഹോദരിയാണ്. എൻ്റെ അമ്മ കൂട്ടുകാരിയാണ്. എൻ്റെ അമ്മ സുന്ദരിയാണ്. എൻ്റെ അമ്മ
ദൈവ ചൈതന്യം നിറഞ്ഞവളാണ്. വചന പ്രഘോഷണ വേദികളിൽ എപ്പോഴൊക്കെ വചന പ്രഘോഷണ ശുശ്രൂഷയ്ക്കായി ഞാൻ ഇറങ്ങുന്നുവോ അതിനൊക്കെ മുന്നോടിയായി എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നൊരു മുഖമുണ്ട്. മോനെ, ഇതാ നിൻ്റെ അമ്മ എന്ന് എൻ്റെ ബാല്യത്തിൽ പറഞ്ഞു പഠിപ്പിച്ച ഓർമ്മ. ആ കണ്ണുകൾ എൻ്റെ അമ്മയുടെ കണ്ണുകളാണ്. ആ മുഖം എൻ്റെ അമ്മയുടെ മുഖമാണ്. ആ ചൈതന്യം എൻ്റെ അമ്മ പങ്കുവയ്ക്കുന്ന ചൈതന്യമാണ്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ ഏത് വചന ശുശ്രൂഷയ്ക്കും ഞാൻ പോകാറുള്ളൂ. എന്നാൽ വളരെ പ്രത്യേകമായൊരു കാര്യം കൂടിയുണ്ട്. അമ്മയുടെ മധ്യസ്ഥവും അമ്മയുടെ ചൈതന്യവും പ്രാർത്ഥിക്കാതെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ അമ്മ തന്നെ തോളത്ത് കൈവച്ച് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന അനുഭവവും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, നാഗ്പൂർ മലമുകളിൽ സെമിനാരി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. കരുണയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും സംരക്ഷണവും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല. പക്ഷേ ഓർക്കുക, ഞങ്ങൾ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ആദ്യമേ തന്നെ കർത്താവിൻ്റെ വലിയ അഭിഷേകവും ചൈതന്യവും ആ സമൂഹത്തിൻ്റെ മേലുണ്ടാവുകയാണ്. ആദ്യത്തെ സാക്ഷ്യം തന്നെ അമ്മ കരങ്ങൾ തൊട്ട് സ്പർശിച്ച് സൗഖ്യം നൽകിയ ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ്. ഏതാണ്ട് 16 വർഷമായി നടുവേദന കൊണ്ട് അലഞ്ഞിരുന്ന ഒരമ്മ. ആ അമ്മയുടെ മകൻ ആ സെമിനാരിയിലെ അധ്യാപകനാണ്, പുരോഹിതനാണ്. ഏതാണ്ട് 16 വർഷം നിരന്തരമായി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത നടുവുവേദനയാൽ പീഡിതയായ അമ്മ. ആദ്യ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ ഇരു കരങ്ങളും ഉയർത്തി അമ്മയുടെ തിരുസ്വരൂപങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ അമ്മ ഓടി അണയുകയാണ്. മാതാവിൻ്റെ സ്വരൂപത്തിങ്കിലെത്തി മാതാവിൻ്റെ കാൽക്കൽ കൈ കൂട്ടിപ്പിടിച്ച് അവൾ വിളിച്ചു പറയുകയാണ്, എൻ്റെ അമ്മേ, എന്നെ സുഖപ്പെടുത്തിയതിന് നന്ദി. അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അമ്മ എൻ്റെ കണ്ണ് തുറപ്പിക്കുകയായിരുന്നു അമ്മ, മാതാവ്. എന്തുകൊണ്ട്, എങ്ങനെ? അമ്മയുടെ വിശിഷ്ട മാധ്യസ്ഥവും വിശിഷ്ട സ്നേഹവും സ്വീകരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കഴിയാതെ പോയ ഞങ്ങൾക്ക് അമ്മ തോളത്ത് കൈവച്ച് ഈ പാഠം പഠിപ്പിക്കുകയാണ്. നീ മറന്നാലും നിന്നെ മറക്കാത്ത അമ്മയാണ് ഞാൻ. നീ മറന്നാലും നിന്നെ മറക്കാത്ത അമ്മയാണ് ഞാൻ. അതെ, നമ്മുടെ അമ്മ നല്ല അമ്മ. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. അവൻ എന്തു പറയുന്നു അത് ചെയ്യുവിൻ. അവൻ്റെ വചനങ്ങൾ കേൾക്കുക, പാലിക്കുക. അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. അതാണ് അമ്മയ്ക്ക് പറയുവാനുള്ളത്. സത്യമാണ്, അമ്മയുടെ കരങ്ങൾ പിടിച്ച് നടക്കുന്നവനും നടക്കുന്നവളും ഓടിയെത്തും എവിടേക്ക്? ഈശോയുടെ പക്കലേക്ക്. അല്ലെങ്കിൽ അവനെയും അവളെയും അമ്മ കൊണ്ടുപോകും എവിടേക്ക്? ഈശോയുടെ പക്കലേക്ക്. എൻ്റെ അമ്മ, നമ്മുടെ അമ്മ നല്ല അമ്മയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം, ക്ഷമ, ദൈവത്തിൻ്റെ പദ്ധതി എനിക്കായി തുറന്നു തന്ന് എന്നെ പഠിപ്പിച്ച് സംരക്ഷിച്ച് കാത്തുപരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് അമ്മ, നമ്മുടെ അമ്മ. ജീവിതത്തിൽ ദുഃഖദുരിതങ്ങളുണ്ടോ? കാൽവരിയുടെ ചുവട്ടിൽ നിന്നമ്മ എൻ്റെ കൂടെയുണ്ട്. സന്തോഷമുണ്ടോ? എലീശ്ബായെ സന്ദർശിച്ച അമ്മ കൂടെയുണ്ട്. ആവശ്യങ്ങളുണ്ടോ? കാനായിലെ അമ്മ കൂടെയുണ്ട്. തമ്പുരാനോട് പ്രാർത്ഥിക്കണമോ?
പ്രാർത്ഥനാ ഭവനത്തിലെ അമ്മ കൂടെയുണ്ട്. നമ്മുടെ അമ്മ, എൻ്റെ അമ്മ, അവൾ സുന്ദരിയാണ്. ദൈവിക ചൈതന്യം നിറഞ്ഞവളാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നിറഞ്ഞവളാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും റാണിയാണ്. ഈശോയുടെ വചനങ്ങളിൽ കൈപിടിച്ച് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് നമ്മുടെ അമ്മ. സ്നേഹമുള്ള അമ്മ, ഈശോയുടെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ, സ്നേഹമുള്ള അമ്മ. ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട് ഒരു ജീപ്പിൽ. ഘോരമായ വനം കടന്നു വേണം ആ സ്ഥലത്തേക്ക് എത്താൻ. ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല. ഞങ്ങൾ മൊത്തം ഏകദേശം 180 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഞങ്ങൾ ഏകദേശം ഒരു 80 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പ് തോന്നിയിട്ട് ഞങ്ങൾ വഴിയരികിലുള്ള ഒരു ഡാബയിൽ കയറി. ഞങ്ങൾ വണ്ടിയിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ തിരിച്ച് വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ ഒരു വല്യമ്മ, കൂന് പിടിച്ചൊരു വല്യമ്മ, പല്ലൊന്നുമില്ല, വടക്കേ ഇന്ത്യൻ ശൈലിയിൽ ഈ വലിയ വളകൾ കമ്മലുകളായി കാതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ കയ്യിൽ വലിയ തള പോലെയുണ്ട്, 2 കരങ്ങളിലുമുണ്ട്, കാലുകളിലുണ്ട്. വെറുതെ ഒരു സാരി പോലെ ഒരു തുണി താറുപാച്ചി ഉടുത്തിരിക്കുക. പക്ഷേ ആ അമ്മ മുത്തശ്ശിയുടെ മുഖത്തിന് ഭയങ്കര തിളക്കം. ഈ അമ്മ ഞങ്ങളുടെ ജീപ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുക, മക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞങ്ങൾ ഒരു ചുരം കയറി ഇറങ്ങാൻ ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് താഴെയാണ് ഈ ഡാബയും ഭക്ഷണശാലയുമൊക്കെ. അമ്മച്ചോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ചുരം ഇറങ്ങി പോവുകയാണ്. ഈ ചുരം ഇറങ്ങി ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അമ്മച്ചോട് പറഞ്ഞു. ഉടനെ ഈ അമ്മ ഞങ്ങളോട് ചോദിച്ചു, അവിടെ പോകാൻ 2 വഴികളില്ലേ? അപ്പോഴാണ് മനസ്സിലായത്, ശരിയാ, 2 വഴികളുണ്ട്. ഒന്ന്, ഈ ചുരം കയറി ഇറങ്ങി പോകാം. വേറൊരു വഴിയുണ്ട്, ഈ ചുരം കയറാതെ അരികിലൂടെ. പക്ഷേ അത് 10-12 കിലോമീറ്റർ വീണ്ടും ദൂരം കൂടുതലാണ്, നല്ല വഴിയുമാണ്. ദൂരം കുറവായതുകൊണ്ട് ഞങ്ങൾ മല കയറി ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. ഈ അമ്മ ഞങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ 2 വഴികളില്ലേ? 2 വഴികളില്ലേ? ഞങ്ങൾക്ക് മറുപടി പറയാനൊന്നും കിട്ടിയില്ല. ഉടനെ ഈ അമ്മ പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഈ വഴിക്ക് പോകണ്ട, നിങ്ങൾ ഈ ദൂരം കൂടിയ വഴിയിലൂടെ പോവുക. ഞങ്ങളത് സമ്മതിച്ചൊന്നുമില്ല. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ അമ്മൂമ്മയുടെ രൂപം. അമ്മൂമ്മ പറയാം, മക്കളെ, ചുരം കയറി ഇറങ്ങി പോകണ്ട, ഈ ദൂരം കൂടിയ വഴിയിലൂടെ പോയിക്കൊള്ളുക, അതാണ് നല്ലത്. എന്നിട്ട് ഈ അമ്മൂമ്മ അങ്ങ് നടന്ന് മറഞ്ഞും പോയി. ഞങ്ങൾ വാഹനത്തിൽ കയറി. വാഹനം അല്പം മുമ്പോട്ടെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ചുരം കയറാതെ ഈ അരികിലൂടെയുള്ള റോഡിൽ പോകാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആ അരികിലൂടെയുള്ള റോഡിൽ തന്നെ പോയി. ധ്യാനം നടക്കുന്ന സ്ഥലത്തെത്തി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരു അറിയിപ്പ് കിട്ടുകയാണ്. ഈ ചുരം കയറി ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു കനാലിന് കുറുകെയുള്ളൊരു പാലമുണ്ട്. ആ പാലത്തിലേക്ക് കയറിയ വാഹനം, പോലീസ് പട്രോൾ ടീമിൻ്റെ വാഹനം, ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഡൈനമിറ്റ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് 2 പോലീസുകാർ മരിച്ചു. ഓർക്കുക, ഞങ്ങൾ ആ സമയം താരതമ്യം ചെയ്ത് നോക്കി. കൃത്യമായും ഞങ്ങൾ പോകേണ്ട വഴിയാണത്.
കൃത്യമായും ഞങ്ങൾ എത്തേണ്ട സമയവും സ്ഥലവുമാണത്. ഞങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചു, ഏതാണ് ഈ അമ്മ, ആരാണ് ഈ അമ്മ, ആരാണ് ഈ വയസ്സായ മുത്തശ്ശി? ഞങ്ങൾക്കറിയില്ല. ഇന്നും ഒത്തിരി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്, അങ്ങനെ ഒരു മുത്തശ്ശിയെ ഞങ്ങളവിടെ കണ്ടിട്ടില്ല. പക്ഷേ എന്തിനു വേണ്ടി ഈ മുത്തശ്ശി ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മക്കളെ ആ വഴിക്ക് പോകണ്ട, നിങ്ങൾ ഈ വഴിക്ക് പോയിക്കൊള്ളുക. ഞാൻ ആ മുത്തശ്ശിയുടെ മുഖത്തെ ശോഭയിൽ എൻ്റെ അമ്മയുടെ രൂപം കാണുകയാണ്. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമാണ്. പൗരോഹിത്യ ജീവിതത്തിൽ ഏതാണ്ട് 22 വർഷത്തോളം, പരിശീലന കാലം ഉൾപ്പെടെ 22 വർഷത്തോളം വടക്കേ ഇന്ത്യയുടെ ഓരോരോ മേഖലകളിലും കർത്താവിൻ്റെ ശുശ്രൂഷകനായി കർത്താവ് എന്നെ കൊണ്ടുപോയി. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, എവിടെയൊക്കെ ഞാൻ പോകുന്നുവോ അവിടെയൊക്കെ എനിക്ക് മുൻപേ എൻ്റെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വഴി നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. വടക്കേ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ മിഷൻ മേഖലയിലായിരിക്കുമ്പോൾ അവിടെ ഒരു മിഷൻ സ്റ്റേഷനിൽ ഒരു സംഭവമുണ്ടായി. ആ മിഷൻ മേഖലയിലെ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി തനിക്ക് നഷ്ടമായ ഒരു ബന്ധത്തിൽ, ആ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ, ബന്ധം നഷ്ടപ്പെട്ടതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദുഃഖത്തിൽ, നിരാശയിൽ അതേ സ്കൂളിൻ്റെ ഹോസ്റ്റലിൻ്റെ വരാന്തയിൽ ആത്മഹത്യ ചെയ്തു. മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഒരു വലിയ സംഭവമായിരുന്നു അത്. ഈ വിഷയത്തിൽ ഒരു വർഗീയ സംഘടന ഇടപെട്ടു. ആ സംഘടന ആ ദേശത്തും ദേശവാസികളുടെ ഇടയിലും വളരെ മ്ലേച്ഛമായ രീതിയിൽ വൈദികർക്കും സന്യസ്തർക്കും സഭയ്ക്കുമെതിരെ പ്രചാരണം നടത്തി. നാട് മുഴുവൻ കാട്ടുതീ പോലൊരു വാർത്ത പരന്നു. വൈദികരും സിസ്റ്റേഴ്സും കൂടെ കൂടി ഈ പെൺകുട്ടിയെ നശിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയെന്ന്. പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ ശവം നിയമ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അന്നാട്ടിലുള്ള ആശുപത്രിയിലേക്ക് എടുത്തപ്പോൾ ഈ സംഘടനക്കാർ തടഞ്ഞു. അവർ പറഞ്ഞു, ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണം. ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. അതിനിടയ്ക്ക് അവർ വൈദികരെ ആക്രമിച്ചു. ഒരു വൈദികൻ്റെ കൈയുടെ എല്ലൊടിഞ്ഞു. ഒരു വൈദികനെ മർദ്ദിച്ചു. എന്നിട്ടവർ ഒരു ഭീഷണി മുഴക്കി, ഈ വർഷം രക്തം കൊണ്ട് ഞങ്ങൾ ഹോളി കളിക്കും, രക്തം കൊണ്ട് ഞങ്ങൾ ഹോളി കളിക്കും, നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ ഹോളി കളിക്കും. ഹോളി ഉത്സവത്തിൻ്റെ സമയമായിരുന്നു അത്. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഈ സംഘടനക്കാർ ആ ശവം ഏറ്റെടുത്തു. തിരിച്ചു കൊണ്ടുവന്ന് ആ ദേവാലയത്തിൻ്റെ മുൻപിൽ നടു റോട്ടിൽ ഈ ശവമിട്ട് അവർ റോഡ് തടഞ്ഞു. റോഡ് ഉപരോധ സമരം. നാഷണൽ ഹൈവേ പോലുള്ള റോഡ് അവർ ഉപരോധിച്ചു. രാത്രി 9 മണിവരെയും ആ മൃതദേഹം ദഹിപ്പിക്കാതെ അവർ കാത്തിരുന്നു. അവർക്കൊരൊറ്റ ആവശ്യമാണ്, ദേവാലയത്തിനുള്ളിൽ, നമ്മുടെ ദേവാലയത്തിനുള്ളിൽ, ദേവാലയത്തിൻ്റെ മുന്നിൽ, കോൺവെൻറ്റിൻ്റെ മുന്നിൽ, മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുന്നിൽ ഈ പെൺകുട്ടിയുടെ ശവം ദഹിപ്പിക്കണം. സുരക്ഷയ്ക്കായി അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന പോലീസുകാർ അത് അനുവദിച്ചില്ല. അവസാനം രാത്രി 10 മണിയോടുകൂടി വഴിയരികിൽ ആ പെൺകുട്ടിയുടെ മൃതദേഹം ദഹിപ്പിച്ചിട്ട് അവർ പിരിഞ്ഞുപോയി. തുടർന്നങ്ങോട്ട് സംഘർഷപൂരിതമായ മാസങ്ങളായിരുന്നു.
അവസരം കിട്ടുമ്പോഴൊക്കെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആക്രമിക്കുക, ദേവാലയത്തിന് നേരെ കല്ലെറിയുക, സഭയുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുക, വിശ്വാസികളായി അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾക്ക്, വീടുകൾക്ക് തീ വയ്ക്കുക, അവരെ ചിതറിച്ചു കളയുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായി നടന്നു പോകുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ ഉത്തരവാദിത്വം ഏൽക്കുക. തുടർന്നുണ്ടായ 3.5 വർഷം മുഴുവനും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് നീതി കിട്ടാനുള്ള സാധ്യത മങ്ങി. കാരണം സത്യവും നീതിയും ന്യായവും അറിയുവാനോ അതനുസരിച്ച് വാദിക്കുവാനോ ആരും തയ്യാറായിരുന്നില്ല. ഒരു സമയം കോടതി പോലും സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ലേ എന്ന് ശങ്കിച്ചു നിന്ന സമയം. ഓരോ ദിവസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘർഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഞങ്ങളുടെ ഈ ദേവാലയത്തിന് സൈഡിലായി പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥന ചൊല്ലും. ഒരു പ്രത്യേകതയുണ്ട്. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അമ്മയുടെ മുഖം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവർ ഞങ്ങളെ ചീത്ത പറയുമ്പോഴും മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒക്കെ ആ വഴി കടക്കുമ്പോൾ ആ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാതാവ് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടെ മഠത്തിലെ ഒരു സഹോദരി ചോദിച്ചു, ഇത്രയെല്ലാം പ്രശ്നം ഉണ്ടായിട്ടും ഈ മാതാവിന് ചിരിച്ചുകൊണ്ടിരിക്കാനേ സമയമുള്ളോ? ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും, തീവയ്പ്പും ആക്രമണവും, ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ മാതാവിന് ചിരിച്ചുകൊണ്ടിരിക്കാനേ സമയമുള്ളോ? അതെ, ആ സംഘർഷത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ ആ മാതാവ് ചിരിക്കുകയായിരുന്നു. അവസാനം നീതി കിട്ടില്ല എന്ന് ഉറപ്പായ നിമിഷത്തിൽ ആ മാതാവാണ് ഞങ്ങൾക്ക് ഒരു വ്യക്തി വഴി പറഞ്ഞു തന്നത്, ഈ കോടതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന്. മാതാവ് ചിരിച്ചു. മാതാവ് ചിരിച്ചത് അർത്ഥപൂർണമായിട്ടാണ്. അന്ന് ഈ കേസിൻ്റെ നടത്തിപ്പിൽ വൈദികർക്കും സന്യസ്തർക്കും എതിരെ ജീവിച്ചിരുന്ന, പ്രവർത്തിച്ചിരുന്ന, ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്ന ഒരു സഹോദരൻ, അവൻ ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയാണ്. കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും നാട്ടിലും നഗരത്തിലും ഒക്കെ വൈദികർക്കും സിസ്റ്റേഴ്സിനും എതിരെ ചീത്ത പറയുകയും അവർക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്ത ആ സഹോദരൻ ഇന്ന് ഈശോയുടെ വചനത്തിൻ്റെ സാക്ഷിയാണ്. അതെ, നമ്മുടെ അമ്മ നല്ല അമ്മയാണ്. നിൻ്റെ മനസ്സ് വേദനിക്കുമ്പോഴും തകർച്ചയുടെ നിമിഷങ്ങളിലും മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും നിഷേധിക്കുമ്പോഴും നിന്നെ ഉപദ്രവിക്കുമ്പോഴും ആ അമ്മ പുഞ്ചിരിക്കുന്ന അമ്മയാണ്. എൻ്റെ അമ്മ നല്ല അമ്മ, പുഞ്ചിരിക്കുന്ന അമ്മ, കരയുമ്പോഴും സന്തോഷത്തോടെ നോക്കുന്ന അമ്മ, കണ്ണീരിൻ്റെ അർത്ഥം തിരിച്ചറിയുന്ന അമ്മ, എൻ്റെ അമ്മ നല്ല അമ്മ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ
മനസ്സിന്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ